കവിതയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി എന്ന കവിത. നിശാഗന്ധികൾ പൊട്ടിടും ഭാനുല സന്ധ്യയിൽ പാർവതി പൂജയ്ക്കു പോന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാൻ തെളിച്ചിട്ട സഞ്ചാരവേദിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാൻ തെളിച്ചിട്ട സഞ്ചാരവേദിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണിടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ. താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടക എന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരത ഭൂമിയിൽ സംഘങ്ങളായി വന്നു സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ചതാൻ. വാമനന്മാരായി വിരുന്നു വന്നീ ധാനഭൂമിയിൽ യാഗപശുക്കളെ വെച്ചതാൻ. ദ്രാവിഡ രാജാതി രാജകിരീടങ്ങളിൽ മണ്ണിലിട്ടു ചവിട്ടി ഉണർച്ചനാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുകിനാൽ വെട്ടി പുരോഹിത പാദത്തിൽ വച്ചതാണ്. ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ടു ഗോപാലനങ്ങളാൽ താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കു മീതെ മലർന്നിത്തവിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രൻ